We can discuss the 12th problem of the same exercise. 12th problem we discuss here. From the top of a 7 meter high building, the angle of elevation of the top of a cable tower, okay, cable tower is 60 degree, okay, and the angle of depression of its foot is 45 degree. Determine the height of the tower. Once again, from the top of a 7 meter high building, okay, ഒരു 7 meter height ഉള്ള ഒരു ബിൽഡിംഗ്, ഓക്കെ, 7 meter high building. എന്താ പറഞ്ഞുള്ളത്? 7 meter high building, okay, 7 meter high building, the angle of elevation of the top of the cable tower, okay, that is angle of elevation, okay. So വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരച്ചോളൂ. 7 meter high building, okay, 7 meter high building, 7 meter, okay, high building, the angle of elevation, okay, the angle of elevation of the top of a cable tower, or cable in the tower in the, okay, from the top of a cable tower is how much in the building in a mole, okay, from the top of a 7 meter high building, the angle of elevation of the top of a cable tower is 60 degree. ഇതിൻ്റെ ടോപ്പിലേക്ക് 60 ഡിഗ്രിയാണ്, ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതിങ്ങനെ വരും, ഓക്കെ. സോ ആംഗിൾ ഓഫ് എലിവേഷൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ടവറിൻ്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പിലേക്കുള്ള 60 ഡിഗ്രി. ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫൂട്ട്, ഇനി ഇതിൻ്റെ ഫൂട്ടിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയെന്നാണ് പറയുന്നത്? ഈ ബിൽഡിങ്ങിൻ്റെ താഴത്തേക്ക്, മീൻസ് ഈ ടവറിൻ്റെ താഴത്തേക്ക്, ദാറ്റ് ഈസ് ഹൗ മച്ച് ഈസ് 45 ഡിഗ്രി. ദിസ് ഈസ് 45 ഡിഗ്രി and this is 60 degrees given, okay. So what we need to calculate? So this is the base, അല്ലെ, ഇതെന്താണ് ഇതിൻ്റെ ബേസ് ആണ്. This is the base of this, okay. So actually what we need to determine the height of the tower. We need to determine the height of the tower. ഈ ടവറിൻ്റെ, അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇത് മാത്രമേ കാണുള്ളൂ, okay. So this and these are parallel, so that is equal, and we need to calculate only this. This is actually the tower, height of the tower, അല്ലെ, ടവറിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത്രയും നമുക്ക് ഇത് 7 meter ആവും, പ്ലസ് ദിസ് അങ്ങോട്ട് കണ്ടാൽ മതി. ആ ഹൈറ്റ് നമ്മൾ h മീറ്റർ എന്ന് വിളിച്ചു, h മീറ്റർ. സോ ദിസ് ആൾസോ 7 meter. ഇത് എത്രയെന്നാണ് പറഞ്ഞത്? 7 meter. സോ ഇത് എത്രയായിരിക്കും? മൊത്തം 7 plus h. This is, okay, so the total is 7 plus h meter. The total is 7 plus h meter. So നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹൈറ്റ്. സോ height of the tower equal to 7 plus height of the tower. Now you can name this A, B, C, D like that. A, B, C, D, next one E. A, B, C, D, E. Okay, so we have named this. നമ്മളിതിനെ നെയിം ചെയ്തിട്ടുണ്ട്. Now what you can do? Height of the tower. ഈ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. എ ബി ഈക്വൽ ടു 7 plus h, അല്ലേ? എ ബി ഈക്വൽ ടു 7 plus h you are getting. Now what is next? That is the total height. We got a b equal to h plus 7 or 7 plus h. Now what is cd? Cd equal to height of the building. Height of the building equal to 7 meter, അല്ലേ? Now ഇത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? സോ ആക്ച്വലി നമ്മൾ ഏതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്? വാട്ട് വി നീഡ് ടു കൺസിഡർ? സോ വി നീഡ് ടു കൺസിഡർ ദിസ്. ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞാൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് യു ക്യാൻ ഡു? ദിസ് ഇസ് 45 ആണ്, ഇതും 45 ആണ്, ഓക്കെ. ബോത്ത് ആർ 45. ഇത് 45 ആണ്, ഇതും 45. കാരണം എന്താ? ദിസ് ആർ പാരലൽ ലൈൻസ്, ദിസ് ആർ ട്രാൻസ്വേഴ്സൽ. സോ ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. സോ ഇത് 45 ആണ്, ഇതും 45 ആണ്. അതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? tan 45 വെച്ച് നമുക്ക് ഇത് കിട്ടും, ഓക്കെ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതും മീൻസ് ബി ഡി ആൻഡ് സി ആർ സെയിം, അല്ല, രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ല, രണ്ടും പാരലും ഈക്വൽ ആയിരിക്കും, ഓക്കെ. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കാണാൻ പറ്റും, ഓക്കെ. മീൻസ് tan 60 വെച്ച് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് വി ആർ ഗോയിങ് ടു പ്രാക്ടീസ്.
So this is the height of the building, that is 7 meter. Okay, and angle ACE, angle ACE 60 degree, and angle ECB equal to 45 degree. Okay, angle ECB equal to 45, and angle CBD ഇതെന്തായിരിക്കും 45 degree. Angle CBD equal to 45 degree. Both are same, 45 degree. Okay, now what you can do, consider a triangle, consider in triangle CDB, in CDB. So what is tan 45 equal to CD by BD equal to 7 by BD. So what is tan 45? 1 equal to 7 by BD. BD equal to BD into 1. So BD into 1 BD. So equal to 7 meter. Yes, we got 7 meter. This is 7 meter. Now BD and CE are same. Okay, so both are same. അതായത് BD equal to എന്തായിരിക്കും? BD equal to CE. BD equal to CE. So can I rub here? Now we got BD equal to 7 meter. Now BD equal to CE equal to 7 meter. BD equal to CE equal to 7 meter. Now what you can do? Random 7 meter anengil, what you can do? Tan 60. Tan 60 equal to this 7 meter. Okay, tan 60 equal to AE by CE. AE by CE. AE by CE. That is opposite side by adjacent side. Opposite side by adjacent side. What is value of tan 60? എന്താണ് tan 60? Tan 60 value what you are getting √3. √3 equal to what is AE? AE നമുക്ക് കാണണം, that is H. AE by what is CE? 7. Okay, so AE equal to cross here 7 √3 meter. Now we got AE equal to 7 √3 meter. AE equal to 7 √3 meter equal to H. H. So what is the total height of the building? That is 7 plus so that is AE we got. Yes, the height of the building AB equal to, therefore height of the building AB equal to 7 plus H. 7 plus what is H? H means 7 √3. 7 you can take outside. 7 into 1 plus √3. 7 into 1 plus √3 meter. Okay, so that is the height of the tower. Height of the tower is 7 into bracket 1 plus √3 meter. Okay, so this problems is very important. You can expect this type of problems. കുറച്ച് ഫിഗർ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വെരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. വായിച്ച് അണ്ടർസ്റ്റാൻഡിങ് ആക്കുക. Any doubts regarding this, you can contact me. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. And the homework for you, you can do the homeworks page exercise 9.1. Exercise 9.1. 13 you should try as the homework. 13 അതേപോലെ തന്നെ 10 and 10 and 13 you should do homework. 10 and 13 the same exercise you should do as the homework. Okay.